നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ ഏപ്രിൽ 7 മുതൽ നിർണായക വാദം കേൾക്കൽ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. എല്ലാ കക്ഷികളും മാർച്ച് 14 മുൻപ് നിലപാട് എഴുതി നൽകണം. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നതായി കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പിനിടെ യുവതീ പ്രവേശനത്തിൽ നിലപാട് പറയേണ്ടി വരുമെന്ന സമ്മർദ്ദത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും വ്യത്യസ്ത നിലപാടായിരിക്കുമെന്ന് MV ഗോവിന്ദൻ. ദേവസ്വം ബോർഡും സർക്കാരും നിലപാട് തിരുത്തണമെന്ന് NSSഉം SNDPയും. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് അരക്ഷിതാവസ്ഥയില്ലെന്നും കാന്തപുരം. പ്രസ്താവന പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. अमेरिका ईरान ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രഹസ്യമായി ഹാജരാകാനെത്തിയ രാഹുൽ ന്യൂസ് 18 ക്യാമറയ്ക്ക് മുന്നിൽ. പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയുള്ള ചോദ്യം ചെയ്യൽ 3 ദിവസം നീളും. പിണറായി വിജയനെ പുകഴ്ത്തിയ മണിശങ്കർ അയ്യരെ പാടെ തള്ളി കോൺഗ്രസ് നേതൃത്വം. പാർട്ടിയിൽ ഇല്ലാത്തയാളുടെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് KC വേണുഗോപാൽ. കഴിവുകെട്ട സെക്രട്ടറി എന്ന് തിരിച്ചടിച്ച അയ്യർ. നടൻ പ്രേംകുമാറിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ്. KC വേണുഗോപാൽ ചർച്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആയേക്കില്ല. CPMന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ പ്രേംകുമാർ. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് UDFനൊപ്പം നാളെ പുതുയുഗയാത്രയുടെ ഭാഗമാവും. മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചെന്ന് പരാതിക്കാരി. സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നെന്ന ആശ ആച്ചി ജോസഫ്. പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ലെന്നും ആശ ന്യൂസ് 18നോട്. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എളമക്കര പോക്സോ കേസിൽ സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാൻ പോലീസ്. അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. DNA പരിശോധനാ ഫലം നിർണായകം. ചിന്നു പാപ്പുവിന്റെയും ആൺ സുഹൃത്തിന്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നതിൽ അന്വേഷണം. ശബരിമലയിലെ യുവതീ പ്രവേശന ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ചിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഇതിനായി രൂപീകരിക്കും. ചീഫ് ജസ്റ്റിസാവും ബെഞ്ചിന് നേതൃത്വം നൽകുക. എല്ലാ കക്ഷികളും മാർച്ച് 14 മുൻപ് നിലപാട് എഴുതി നൽകാനും കോടതി നിർദ്ദേശിച്ചു. 9 അംഗ ബെഞ്ച് ഏപ്രിൽ 7 വിശദമായ വാദം തുടങ്ങും. വാദത്തിന് ഏപ്രിൽ 22 വരെ സമയപരിധി നിശ്ചയിച്ചു. വാദത്തിനും മറുവാദത്തിനും 2 ദിവസം വീതം സമയം നൽകും. അമിക്കസ് ക്യൂറി K പരമേശ്വരന് 21-ാം തീയതി വാദങ്ങൾ ഉന്നയിക്കാം. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നതായി കേന്ദ്രം അറിയിച്ചു. ഏപ്രിലിൽ തന്നെ വാദം പൂർത്തിയാക്കാനാണ് തീരുമാനം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മാർച്ച് 14-നകം കക്ഷികൾ നിലപാട് അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചതോടെ സംസ്ഥാന സർക്കാർ നിലപാട് പറയേണ്ടി വരും. ഏപ്രിൽ 7 മുതൽ 22 വരെയാണ് കേസിൽ വാദം കേൾക്കുക. ഇതോടെ ശബരിമല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന കാര്യം ഉറപ്പായി. അന്നത്തെ ഞങ്ങളുടെ അഫിഡാവിറ്റ്, അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതൊരു
ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി അതല്ലോ എടുത്തത്. അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. നാം കാണേണ്ടത് യുവതീ പ്രവേശനത്തിനൊപ്പം സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിംഗ് ആണ്. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡറാണെന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെ കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക, ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. നമ്മളപ്പോൾ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തതുകൊണ്ടാണ്. വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നത്. ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, അവർ ന്യായമായ തീരുമാനം എടുക്കുമെന്നാണ് കരുതുന്നത്. സ്ത്രീ പ്രവേശനം അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടത് തിരുത്തണം. അന്ന് ജനവികാരം കണ്ടല്ലോ. ആ ജനവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ തിരുത്തിയതിന്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ. നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിൻ്റെതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിനൊരു പ്രഷറോ പിന്നെ ഗവൺമെന്റ് കാണിച്ചില്ല. അത് ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കോടതി പറഞ്ഞ നിലപാടാണ് കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് കേട്ടെ ഈ കോടതിയിൽ വരും. നാളെ കോടതി നിലപാടാണ് സ്വീകരിക്കാൻ നോക്കിയിട്ട് ഞങ്ങളുടെ അന്തസ് എത്രയോ കാലമായി വരുന്നോണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങളുടെ ഡിപ്പിക്കുന്നത്. അല്ലാണ്ട് വേറെ അന്തസ് തോന്നിയിരിക്കുന്നത് കൂടുതൽ അന്തസ്സൊന്നുമില്ല. ജനാധിപത്യ അന്തസ്. ആ അന്തസ് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് CPM ഉൾപ്പെടെയുള്ള പോകുന്നത്. ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സർക്കാർ തിരുത്തണം, അഫിഡവിറ്റ് തിരുത്തണം. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാടിൽ. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. അത് ഈ ഗോവിന്ദന് മനസ്സിലായില്ലേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പച്ചക്കല്ലേ പറഞ്ഞ, മലയാളത്തിലല്ലേ പറഞ്ഞത്. നീ വേറെ വല്ല ഭാഷയിലും പറഞ്ഞാലേ മനസ്സിലാവുള്ള. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇന്നലെ തിരുത്തണം. ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുകയാണ്, അഴകുഴമ്പൻ സമീപനമാണ്. ഇന്ന് വരുമ്പോൾ അത് പറയണം, ഞങ്ങൾ തിരുത്താൻ പോകുന്നു, ഞങ്ങൾ തിരുത്തി അഫിഡവിറ്റ് ഇന്ന് കൊടുക്കാം. 10 മിനിറ്റ് മതി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാൻ. സർക്കാരിന്റെ യു ടേണും ഇനി അടുത്ത യു ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് യു ടേൺ ചെയ്യും. ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. അപ്പോൾ ഇവർ എന്തും ചെയ്യാൻ കഴിവുള്ളൊരു സർക്കാരാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ CBIന്റെ ഇത് കേസ് എന്തിനു റെഫർ ചെയ്യുന്നില്ല? കാരണം ഇതില് 3 സ്റ്റേറ്റ് ഇൻവോൾവ് ആണ്. കർണാടകയുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്. അത് CBIക്കല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ.
ശബരിമല യുവതീ പ്രവേശനം ഏറ്റവും വൈകാരികമായ വിഷയമായതുകൊണ്ട് തന്നെ കരുതലോടുകൂടി നിലപാട് പറയാനാണ് സർക്കാരിൻ്റെ തീരുമാനവും CPM-ന്റെ ആലോചനയും. ഇന്ന് നിയമമന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒരു വ്യക്തമായ നിലപാട്, അതായത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുമോ അല്ല എതിർക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കോടതിയെ കാര്യങ്ങൾ അറിയിക്കാൻ ഇനി സമയമുണ്ടല്ലോ, അവധാനതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇനിയും സമയമുണ്ട്, കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ യുവതീ പ്രവേശന വിധിയിൽ ഇനി എന്താണ് തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് തീരുമാനമെടുക്കേണ്ടെന്ന കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി കൂടിയാലോചനകൾ നടത്തും. നേരത്തെ തന്നെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായി ഇതിനെപ്പറ്റി അറിവുള്ള മതപണ്ഡിതന്മാർ അടക്കമുള്ള വിശ്വാസ സമൂഹത്തിലെ ആളുകളുമായി ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം സുപ്രീം കോടതിക്ക് മുമ്പാകെ നേരത്തെ തന്നെ സർക്കാർ വച്ചിരുന്നു. എന്നാൽ കോടതി അത് പരിഗണിച്ചില്ല. പകരം യുവതീ പ്രവേശനമാകാമെന്ന വിധിയിലേക്കാണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് നടപ്പാക്കാൻ സർക്കാർ ഒപ്പം നിന്നു എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് അതിൽ ഒരു കടുംപിടുത്തമില്ല എന്ന സൂചന കൂടി മന്ത്രി നൽകുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി, നേരത്തെ ഉണ്ടായിരുന്ന വിധി, 2018 വിധി യുവതീ പ്രവേശനം അനുവദിക്കണമെന്നുള്ളതാണ്. പക്ഷേ അന്ന് സർക്കാർ അത് നടപ്പാക്കാൻ വലിയ താല്പര്യത്തോടു കൂടി മുൻകൈയെടുത്ത് രംഗത്തിറങ്ങി. എന്നാൽ ഇനി അത്തരമൊരു നീക്കം ഉണ്ടാകില്ല. പകരം വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നവരാണ് തങ്ങൾ. അതുകൊണ്ട് അവർക്ക് കൂടി അവരെ കൂടി വിശ്വാസം എടുക്കുന്ന ഒരു തീരുമാനമേ ഉണ്ടാകൂ എന്ന സൂചനയാണ് സർക്കാർ നൽകുന്നത്, നിയമമന്ത്രി P. രാജീവ് നൽകുന്നത്. SNDP NS അടക്കമുള്ള സംഘടന ഇതിനകം സർക്കാർ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്, തിരുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കുന്ന ഹൈന്ദവ സമൂഹത്തെ, ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആളുകളെ പിണക്കുന്ന ഒരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയില്ല, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള നിലപാട് സർക്കാർ തിരുത്താൻ തന്നെയാണ് എല്ലാ സാധ്യതയും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയെ ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ മിനിറ്റ്സിൽ ജയശ്രീ മാറ്റം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ ജയശ്രീ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്നും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നുമാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനായ കൽപേഷിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങളെക്കുറിച്ച് വിവരങ്ങൾ തേടാൻ നടൻ ജയറാമിനോട് നാളെ മൊഴി നൽകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് അരക്ഷിതാവസ്ഥയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ദേശീയ പുരോഗതിക്കും സമാധാനത്തിനും ഐക്യത്തിനും കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മാനുഷിക ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത തുടരുമെന്നും കൂടിക്കാഴ്ചയിൽ സന്തുഷ്ടനെന്ന് മോദി പറഞ്ഞതായും ഗ്രാൻഡ് മുഫ്തി AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൂട്ടിച്ചേർത്തു. मुफ्ती साहब, मैं जानना चाहूँगा, बांग्लादेश में जो चल रहा है, क्या उससे भारत के मुसलमान को कोई इफेक्ट होगा, या वहाँ जो इस्लाम या जो बातचीत अभी चल रही है और जो भारत में प्रैक्टिस होता है उसमें बहुत डिफरेंस है? बांग्लादेश के बारे में मेरा पता नहीं है, लेकिन हर दुनिया में अमन व अमान होना चाहिए। इसीलिए जो करना चाहते वो करेगा। अमेरिका जब ईरान वो भी खत्म कर रहा है, वो झगड़ा नहीं होना। और इंसानियत को कीमत बढ़ा के ये सब उसके नीचे रखना। ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായ രാഹുലിനെ വൈകുന്നേരം 4 മണിവരെയാണ് ചോദ്യം ചെയ്തത്. നാളെയും അന്വേഷണ സംഘത്തിന് മുൻപാകെ രാഹുൽ ഹാജരാകും. കൂടുതൽ തെളിവെടുപ്പ് വരുന്ന ദിവസങ്ങളിൽ നടക്കുമെന്നാണ് സൂചന.
ആദ്യ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇന്നും നാളെയും മറ്റന്നാളും ഹാജരാകണമെന്നടക്കമുള്ള കർശന ഉപാധികളോടുകൂടിയായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടം ഇന്ന് രാവിലെ അഗസ്ത്യ ഗസ്റ്റ് ഹൌസിൽ 10 മണിയോടുകൂടിയാണ് ഹാജരായത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പിന്നീട് പുരോഗമിക്കുകയായിരുന്നു. വൈകുന്നേരം 4 മണി വരെയായിരുന്നു ഈ ഒരു അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം. അതായത് 10 മണി മുതൽ 4 മണി വരെ ഈ വരുന്ന 3 ദിവസങ്ങളിൽ, ഇന്നടക്കമുള്ള 3 ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിച്ചത്. ഇന്ന് തന്നെ ലൈംഗിക ശേഷി പരിശോധനയും ഒപ്പം തന്നെ ഈ ഒരു ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഫ്ളാറ്റിലേക്ക് എത്തി തെളിവെടുപ്പും മറ്റും നടക്കുമെന്ന് ഒരു സൂചന ലഭിച്ചിരുന്നെങ്കിലും ഇന്ന് പോലീസ് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതിന് പകരം ഈ ഒരു മൊബൈൽ ഫോണിലാണ് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളുള്ളത്. ആ ഫോണ് പോലീസിന് നൽകണമെന്നും അതുമായി ബന്ധപ്പെട്ട പാസ്വേഡുകൾ അടക്കം പോലീസിന് കൈമാറണമെന്ന് ഈ ഒരു കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ പോലീസ് നടത്തി എന്നാണ് വിവരം. ഈ ഒരു ബലാത്സംഗത്തിൻ്റെയും ഒപ്പം തന്നെ ഗർഭചിത്ര പരാതികളും അടക്കമുള്ള നിർണായക വിവരങ്ങളും അതിൻ്റെ ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെട്ട് ഇരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ഇരയുമായുള്ള സംഭാഷണം ഒപ്പം ചാറ്റുകളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളടക്കം ലഭിക്കണമെങ്കിൽ ഒരു ഇരയുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പുറത്ത് ഇറക്കുമെന്നടക്കമുള്ള രീതിയിൽ ഭീഷണികൾ നിലനിൽക്കുന്നു എന്നടക്കം ഇര പിന്നീട് പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിലടക്കം ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഒപ്പം ശാസ്ത്രീയ തെളിവുകളടക്കം സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു ഫോൺ പോലീസിൻ്റെ പരിധിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ അത് ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് പോലീസ് കടന്നത്. നാളെയും മറ്റന്നാളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ മാസത്തിലെ 2ാം ശനിയാഴ്ചയും പോലീസിന് മുൻപാകെ ഹാജരാണ്. ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം. ഇപ്പോൾ പാസ്പോർട്ട് അടക്കം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. മാത്രമല്ല ഈ ഒരു ഇരയെയോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയോ നേരിട്ട് ബന്ധപ്പെടാനടക്കം പാടില്ല എന്ന കർശന ഉപാധികളോടുകൂടിയായിരുന്നു ജാമ്യം അനുവദിച്ചത്. എന്തു തന്നെയായാലും വരുന്ന 2 ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ രാഹുൽ മാങ്കൂട്ടം ഹാജരാകും. ആ സമയത്ത് തന്നെ ഈ ഒരു ലൈംഗിക ശേഷി പരിശോധനയും ഒപ്പം ഈ ഒരു ഫ്ളാറ്റിലേക്ക് എത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കം നടത്തുമെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജാമ്യം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ജാമ്യം തന്നെ റദ്ദാക്കാനുള്ള ഒരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരം കടുത്ത രീതികളിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കടക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തു തന്നെയായാലും ഈ ഒരു അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒപ്പം അഭിഭാഷകന്റെയും തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന മണിശങ്കർ അയ്യരുടെ അഭിപ്രായം വ്യക്തിപരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹം കുറച്ചു നാളായി കോൺഗ്രസിലില്ല. കോൺഗ്രസിന്റെ അഭിപ്രായം AICC വ്യക്തമാക്കിയിട്ടുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച മണിശങ്കർ അയ്യർ. കോൺഗ്രസിന്റെ എക്കാലത്തെയും മോശം സംഘടനാകാര്യ സെക്രട്ടറിയായ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടയാണെന്നും തുറന്നടിച്ചു. ഇടതുപക്ഷത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേശീയ തലത്തിൽ അവരുടെ പിന്തുണ തേടി ഭരിച്ചതെന്നും മണിശങ്കർ അയ്യർ ന്യൂസ് 18നോട് പറഞ്ഞു. If a rowdy like KC Venugopal can be made by Rahul Gandhi, his Sardar Patel, then there is something that has gone wrong with the Congress. He is the worst organizing secretary the Congress party has ever had. He's a rowdy. And how can you make him the Vallabhbhai Patel of the Indian National Congress in the 21st century? Well, I have met him only once. I have had organizing secretaries like Oscar Fernandez and Ahmed Patel, who were politeness personified. I went to see KC Venugopal because in the 2019 election, after conceding Mailaduthurai to Stalin, Rahul Gandhi from the aircraft made KC Venugopal ring me to say that he has an arrangement with the DMK that we will be given, but it's a secret arrangement, that we will be given 1 seat in the Rajya Sabha. And KC Venugopal told me that Rahul has asked him to tell me that I am the candidate. I went to see the man to find out if that promise was going to be fulfilled. And he threw me out. Can you imagine such a barbarian in the place of Sardar Patel?
ഗാന്ധിജി കണ്ട സ്വപ്നം CPM ആണ് നടപ്പാക്കിയതെന്ന മണിശങ്കറിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ചെന്നിത്തല. മണിശങ്കർ അയ്യർ കോൺഗ്രസിലില്ലെന്ന് AICC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്നില്ല. യോഗത്തിന് വിളിച്ചതിന്റെ ഉപകാര സ്മരണ മാത്രമാണ് പ്രസ്താവന. മുഖ്യമന്ത്രിയെ ഗാന്ധി എന്ന് പറയാത്തത് ഭാഗ്യം തന്നെയെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മണിശങ്കർ അയ്യർ കോൺഗ്രസിൽ ഇല്ല എന്ന് പവൻ ഖേര തന്നെ AICC വക്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പറച്ചിലിന് ഒരു അർത്ഥവുമില്ല. അദ്ദേഹം യോഗത്തിന് വിളിച്ചതിനുള്ള ഉപകാരസ്മരണയായിട്ട് കണ്ടാൽ മതി. ഗാന്ധിയാണെന്ന് പറഞ്ഞില്ലല്ലോ, അതൊരു വലിയ ഭാഗ്യം. അയാൾ ഈ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിനെ പറ്റി ഞാനെന്ത് പറയാനാണ്? കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ്. അത് AICCയുടെ വക്താവ് പവൻ ഖേര തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിന് വലിയ വില ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ഏറെ മുന്നോട്ട് പോയ ഈ ഘട്ടത്തിൽ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ട്. UDF അധികാരത്തിൽ വന്ന ശേഷം പ്രേംകുമാറിന് മറ്റൊരു പദവി നൽകിയാൽ മതി എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവുമായും KPCC അധ്യക്ഷനുമായും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. കാട്ടാക്കടയിൽ നാടാർ സമുദായത്തിന്റെ കൃത്യമായ ഒരു പിന്തുണ ഉറപ്പാക്കിയാൽ പ്രേംകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിച്ചു കയറാൻ കഴിയും, ഒരു കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു UDF ക്യാമ്പ്. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്തും. അദ്ദേഹത്തിന്റെ ജന്മനാടാണ് കഴക്കൂട്ടം. അതുകൊണ്ട് കഴക്കൂട്ടത്തും പ്രേംകുമാറിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മികച്ചതാകും എന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായത്. കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കളുമായി പ്രേംകുമാർ തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ആശങ്കയുണ്ടായിരിക്കുന്നു. ആശങ്ക എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 2 മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവർ, അതായത് ഹൈക്കമാൻഡിന്റെ തന്നെ അറിവോടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവർ പ്രവർത്തനവുമായി സജീവമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ ഭവന സന്ദർശനവും മറ്റ് ബൂത്ത് തലത്തിലുള്ള പാർട്ടി പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രേംകുമാറിനെ അവിടേക്ക് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചാൽ അത് ഇതിനോടകം നടത്തിയ പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം നൽകിയവരുടെയും മനോവീര്യം തകർക്കുമോ എന്നതാണ് നേതൃത്വത്തിന് മുമ്പിലെ ആശങ്ക. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച ഒരു വിഭാഗം നേതാക്കൾ, ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും KPCC അധ്യക്ഷനുമായും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായും അവർ ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അവർ മുമ്പോട്ട് വെക്കുന്ന കാര്യം UDF അധികാരത്തിലെത്തിയാൽ പ്രേംകുമാറിനെ വളരെ സുപ്രധാനമായ ഒരു പദവി നൽകുക, അതല്ല എങ്കിൽ മറ്റ് തെരഞ്ഞെടുപ്പ്, ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം വരാനുണ്ട്, അതിലേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിനെ പരിഗണിക്കുക. അതായിരിക്കും കുറച്ചുകൂടി കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുക എന്നതാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. അവർ അക്കാര്യം പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രേംകുമാറുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നേരിട്ട് തന്നെ ചർച്ച നടത്തും. അതിനുശേഷം മാത്രമേ വിഷയത്തിലൊരു ധാരണയിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും പെട്ടെന്ന് പ്രേംകുമാറിനെ കഴക്കൂട്ടത്തോ കാട്ടാക്കടയിലോ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടത്തിയാൽ അത് ഏതെങ്കിലും തരത്തിൽ ഇതിനോടകം പ്രവർത്തനം നടത്തിയവരുടെ മനോവീര്യം തകർക്കുകയും അതൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുമോ എന്നൊരു ആശങ്കയാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശദമായ ചർച്ചകൾ അനിവാര്യമാണെന്ന നിലപാടിലേക്ക് അവർ എത്തുകയും ചെയ്തത്. എന്തായാലും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. അതോടൊപ്പമായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടത്തുക. എന്തായാലും ഇന്ന് മുതിർന്ന നേതാക്കൾ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ വിശദമായ ചർച്ച നടത്തിയ ശേഷം മാത്രമേ പ്രേംകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് നേതൃത്വം എത്തുകയുള്ളൂ. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇടതുപക്ഷ ചിന്താഗതിക്കാർക്കാണ് വേദന ഏറ്റിരിക്കുന്നതെന്നും ഇടതുപക്ഷത്തിനകത്തുനിന്ന് അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജയൻ ചേർത്തലയുടെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കാത്തിരുന്ന് കാണാമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന A സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്രനായിരിക്കും. കോൺഗ്രസ് നേതാക്കൾ സുരേഷുമായി ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര നാളെ പാലക്കാട് എത്തുമ്പോൾ സുരേഷ് പങ്കെടുത്തേക്കും. സുരേഷിനെ പാർട്ടി പുറത്താക്കിയതാണെന്നും മലമ്പുഴയിൽ മത്സരിച്ചാൽ CPMന്റെ ഒരു വോട്ട് പോലും കിട്ടില്ല എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിശ്വസ്തനായ A സുരേഷ് UDF സഹയാത്രികനാകുന്നു എന്നതിന് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു.
അദ്ദേഹം തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. UDF നേതാക്കൾ താനുമായി സംസാരിച്ചിരുന്നു. VD സതീശന്റെ പുതുവേ യാത്രയിൽ A സുരേഷ് പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ ഉന്നത നേതാക്കൾ തന്നെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ക്ഷണിക്കുകയും ചെയ്തു. നിരന്തരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. A സുരേഷിനെ പുറത്താക്കിയതാണ്. അദ്ദേഹം മലമ്പുഴ മത്സരിച്ചാൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കി. ഇപ്പോഴൊന്നുമല്ല, കുറെ കാലമായി പുറത്താക്കിയിട്ട്. ഇനിയിപ്പോ അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ. ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നേരത്തെ VD സതീശൻ പറഞ്ഞ വിസ്മയങ്ങളിൽ ഒന്നായിട്ട് തന്നെ A സുരേഷിന്റെ UDFിലേക്കുള്ള കടന്നുവരവിനെ കാണുന്നുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ മലമ്പുഴയിൽ VSന്റെ PA ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മലമ്പുഴയിലും ഏറെ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ UDFിനുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ജില്ലയിലെ ഇടതു വിരുദ്ധ വോട്ടുകൾ അത് സമാഹരിക്കാനുള്ളൊരു നീക്കം കോൺഗ്രസ് നടത്തിയിരുന്നു. കൊടിഞ്ഞാമ്പാറയുള്ള ഇടതുവിരുദ്ധരെ കൂട്ടിച്ചേർത്ത് ഒരു പാർട്ടി എന്ന തരത്തിലേക്കുള്ള നീക്കവും നടത്തിയിരുന്നു. പക്ഷേ പാർട്ടിയൊന്നും യാഥാർത്ഥ്യമായില്ലെങ്കിലും അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പല മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ A സുരേഷ് കൂടി ഇതിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഉള്ള കൂട്ടായ്മയ്ക്ക് പല മണ്ഡലങ്ങളിലും ശക്തി കൂടാനുള്ള ഒരു സാധ്യത. മലമ്പുഴ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിലവിൽ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്. അവിടെ ഏറെ മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു സുരേഷിന്റെ കടന്നുവരവിടെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ. ഒപ്പം തന്നെ ഇനി അറിയാനുള്ളത് VD സതീശന്റെ യാത്ര പാലക്കാട് എത്തുമ്പോൾ PK ശശി ഇതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. PK ശശിയുടെ കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരുമ്പോൾ പാലക്കാട് കൂടുതൽ വിസ്മയങ്ങൾ VD സതീശന്റെ യാത്രയിൽ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനാണ് ഇനി കാത്തിരിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. പൊന്നാനിയിൽ M സ്വരാജിനെ കളത്തിലിറക്കാൻ CPM. P നന്ദകുമാറിന് 2ാം തവണയും സീറ്റ് നൽകിയില്ലെങ്കിൽ സ്ഥാനാർത്ഥി സ്വരാജ് തന്നെ ആയേക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. മലപ്പുറം ജില്ലയിൽ CPM ഏറ്റവും വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് പൊന്നാനി. മലപ്പുറം ജില്ലയിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് പൊന്നാനി. 2006 മുതൽ നിയമസഭയിലേക്ക് ഇടതുപക്ഷം മാത്രം വിജയിക്കുന്ന മണ്ഡലം. ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി നേടുന്ന ഒരു മണ്ഡലം. അവിടെയാണ് ഇത്തവണ ആര് മത്സരിക്കും എന്ന ചോദ്യം ഉയരുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച P നന്ദകുമാർ 17,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. നന്ദകുമാറിന് ഒരു തവണ കൂടി അവസരം ലഭിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി അതല്ല, നന്ദകുമാറിന് ഇത്തവണ മത്സരിപ്പിക്കുന്നില്ല എന്നൊരു തീരുമാനം പാർട്ടി എടുത്താൽ ആര് മത്സരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രധാനമായിട്ടും മലപ്പുറം ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള M സ്വരാജിന്റെ പേരാണ് ഇവിടെ സജീവമായിട്ട് ചർച്ചകളിൽ നിറയുന്നത്. സ്വരാജിന് സുരക്ഷിതമായൊരു മണ്ഡലം നൽകണം എന്നൊരു തീരുമാനം പാർട്ടി എടുക്കുകയാണെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ അത് പൊന്നാനിയിൽ തന്നെയാകുമെന്നാണ് അറിയാനാകുന്നത്. അങ്ങനെ M സ്വരാജ് മത്സരിച്ചാൽ അവിടെ പാർട്ടിക്ക് ഏറെ അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടിയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ചർച്ചയിൽ വരുന്ന മറ്റൊരു പേര് V അബ്ദുറഹ്മാന്റെയാണ്. അവിടെയും P നന്ദകുമാർ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ രണ്ട് പേരുകളും ചർച്ചയ്ക്ക് വരുന്നതിൽ തന്നെ അടിസ്ഥാനമുള്ളൂ. V അബ്ദുറഹ്മാന്റെ പേരും സജീവമായിട്ട് തന്നെ ചർച്ചയിൽ നിറയുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ KP നൗഷാദ് അലി ആയും മത്സരിക്കുക എന്ന സൂചനകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ V അബ്ദുറഹ്മാനെ രംഗത്തിറക്കുന്നതിലൂടെ അവിടെ ശക്തമായൊരു മത്സരം തന്നെ നടത്താൻ കഴിയും, അല്ലെങ്കിൽ അവിടെ മണ്ഡലം കൈവിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ അവിടെയും രണ്ട് കാര്യങ്ങൾ വെല്ലുവിളിയായിട്ട് ഉയരുന്നുണ്ട്. V അബ്ദുറഹ്മാൻ അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്നുള്ളത്. ഒപ്പം തന്നെ പൊന്നാനി പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ്, പാർട്ടിയുടെ കേഡർ വോട്ടുകളുള്ള സ്ഥലമാണ്. അവിടെ ഇതുവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച V അബ്ദുറഹ്മാനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുമ്പോൾ എത്രമാത്രം അണികൾ അവിടെ ഇത് സ്വീകരിക്കുമെന്ന ചോദ്യം. കഴിഞ്ഞ തവണ തന്നെ പാർട്ടിയുടെ അണികൾ അവിടെ സ്ഥാനാർത്ഥി നിർണയ പ്രശ്നത്തിൽ പരസ്യമായി പ്രതിഷേധത്തിന് ഇറങ്ങിയ ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ലെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് ഇനി ലഭിക്കേണ്ടതുള്ളത്. എന്താണെങ്കിലും M സ്വരാജിൻ്റെ പേരാവട്ടെ V അബ്ദുറഹ്മാന്റെ പേരാവട്ടെ, ഇത് ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം വരണമെങ്കിൽ ആദ്യം പ്രധാനമായിട്ടും ഇവിടെ തീരുമാനം അറിയേണ്ടത് നന്ദകുമാർ തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരി ആശ ആച്ചി ജോസഫ്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു. സിസ്റ്റം അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്തപ്പെടുമെന്നാണ് കരുതുന്നതെന്നും ആശ ആച്ചി ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ആശ. മുഖ്യമന്ത്രിയെ ആദ്യം ഇത് അറിയിക്കുന്നു, അതിനുശേഷം അവിടെ നിന്നാണ് ഈ നടപടികളുടെ തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് താങ്കൾക്ക് വേണ്ടിയുള്ളതാണ് ആക്ഷൻ എന്ന് താങ്കൾക്ക് തോന്നുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച സംഭവിച്ചു എന്ന് കരുതുന്നുണ്ടോ? വീഴ്ച എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഒരു ഉത്തരവാദിത്വം നടത്തുന്നതിലുള്ള തകരാറ് എന്ന് പറയുന്നതായിരിക്കും നല്ല. കാരണം ഉത്തരവാദിത്വം അറിയാൻ വയ്യാത്ത ആൾക്കാരല്ലല്ലോ അവർ. ഉത്തരവാദിത്വം അറിയുന്നവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ 4 മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കോപ്പി വെച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാതും അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ അതേസമയം കോൺഫിഡൻഷ്യൽ ലെറ്റർ ആയിരുന്നു. അത് വേറെ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കാരണം കേരളം വളരെ നന്നായി ഗവേണൻസ് നടത്തുന്ന ഒരു സംസ്ഥാനമാണെന്നാണല്ലോ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് താനും. അപ്പോൾ ഇതിന് ഒരു എന്തുകൊണ്ടാണ് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുകയും അവൾക്കൊപ്പം അല്ലാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തമായിട്ടുള്ള രീതിയിൽ? അത് പോലീസ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന പോലീസുകാരികളൊന്നും ഒരു രീതിയിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അവർ വളരെ സഭ്യമായ രീതിയിൽ വളരെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ മാത്രമാണ് അവർ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം എന്താ പറയുക എമ്പതിയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവരെ പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അവരുടെ ട്രെയിനിങ് വളരെ മെച്ചമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ ട്രെയിനിങ് അവിടെ ഒതുങ്ങി നിൽക്കുന്നു. സിസ്റ്റം മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സിറ്റിസൺ ഇതുപോലെ ഒരു ക്രിമിനൽ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് സുവോ മോട്ടോ ആയിട്ട് കേസെടുക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി വളരെ വളരെ പ്രധാനമാണ്. എല്ലാ സിസ്റ്റംസും, അതായത് പോലീസ്, നീതിന്യായ കോടതികൾ, ഇതെല്ലാതും പെരുമാറുന്നതിൻ്റെ ഒരു എൻവയൺമെൻറ്റ് വിക്ടിമിനെ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനുള്ള മാനസികാവസ്ഥ പോലും താങ്കൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രിയെ രേഖാമൂലം ഇതറിയിക്കാൻ തീർച്ചപ്പെടുത്തുകയാണല്ലോ. നമുക്കറിയാം, മറ്റൊരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കപ്പിൽ എഴുതിയ വാചകം പോലും കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവൾക്കൊപ്പം എന്ന മെസ്സേജ് കൊടുക്കുന്ന പല വിധത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമാണോ ആദ്യം മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്ന നിലയിലേക്ക് താങ്കളെ എത്തിച്ചത്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആക്ട്രസ് അസോൾട്ട് കേസിന് ശേഷം WCC തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹം വളരെ എംപത്തറ്റിക്കായിട്ട് സിനിമയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള മുൻകൈയെടുക്കുകയും അതേ വർഷം തന്നെ, അതായത് ഞങ്ങൾ മെയ്യിൽ കാണുന്നു, പിന്നെ ജൂണിൽ 2017 ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ബാക്കി ഉള്ളത് ചരിത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ വളരെ മതിപ്പുള്ള ഒരാളുമാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വളരെ ഗൗരവമായി കാര്യങ്ങൾ എടുക്കുകയും കാര്യങ്ങളെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അടുത്ത 4 ദിവസത്തിനകം എൻ്റെ മൊഴിയെടുക്കാനായിട്ട് ആൾക്കാർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ
വളരെ വളരെ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. അതുവരെ യഥാർത്ഥത്തിൽ ഞാൻ എന്തോ സംഭവിക്കാനിരിക്കുന്നു, ഇനിയും എന്തോ സംഭവിക്കും. പ്രധാനമായിട്ടും ഈ എഗെയിൻ ബാക്ക് ടു ദ പോഷ് ആക്ട്, ആ ആക്റ്റിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറ്റകരമായ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഔദ്യോഗികമായുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം. പക്ഷെ ഒരു രീതിയിലുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷനും അതിൽ നടന്നില്ല. എന്നോടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. വാക്കാലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം IFFKയിൽ വരില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വന്നോളൂ, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വരണം. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് IFFKയുടെ ബുക്കിലുണ്ടാവില്ല. പക്ഷേ നിയമത്തിനോടനുസരിച്ച് എഗെയിൻ കമ്മിങ് ബാക്ക് ടു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഒഫീഷ്യലായ പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മളൊരു കത്തെഴുതുമ്പോൾ നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറുപടി ആക്ഷനായിട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ വിചാരിക്കുന്നു അത് നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടായില്ല. തനിക്ക് നിലനിൽക്കണമെന്നതുകൊണ്ടാണ് പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരുടെ പേര് ഇപ്പോൾ പറയാത്തതെന്ന് ആശാ അച്ചി ജോസഫ്. തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകാനാവില്ല. ആവശ്യമുള്ള സമയത്ത് അവരുടെ പേരുകൾ ആവശ്യമെങ്കിൽ പറയുമെന്നും ആശാ അച്ചി ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ആശ. എനിക്ക് നിലനിൽക്കണമല്ലോ, ഞാൻ എല്ലാതും പുറത്തു പറഞ്ഞ് എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഇത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും എനിക്ക് ഈ കാര്യം നടന്ന ഉടനെ വന്ന് മാധ്യമങ്ങളോട് പറയുകയല്ല ചെയ്തത്. ഞാൻ വളരെ കൃത്യമായിട്ട് എന്താണോ ഈ നാടിൻ്റെ നിയമം അതനുശാസിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പിന്തുടർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ഘട്ടത്തിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദോഷം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്. അവരുടെ ക്രൈം അതാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് ഇതിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പുറത്തു പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇടവേള. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിൻ്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 99% ജോലികളും AI കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ്വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും AI സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റീവൻ ബാൾടെസ്റ്റിന്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ CEO എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് യാംപോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. പാപ്പനംകോട് നിന്ന് 100 കിലോ കഞ്ചാവ് പിടികൂടി. കരകുളം സ്വദേശി അഫ്സലിനെ അറസ്റ്റ് ചെയ്തു. ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, 150 കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിപണനം ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഈ ഒരു പിടിക്കപ്പെട്ട കഞ്ചാവിന്റെ കണക്കിൽ വർധനമുണ്ട്. 300 കിലോയോളം ആണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത്
ഈ ഒരു വാഹനമടക്കം ഇവിടെ നിന്നും, അതായത് കൈമാറാൻ ഉദ്ദേശിച്ചത് ഈ കഞ്ചാവ് കൊണ്ടുവന്ന വാഹനവും ഈ കഞ്ചാവ് ഉൾപ്പെടെ മറ്റൊരു വ്യക്തിക്ക് കൈമാറാൻ വേണ്ടിയായിരുന്നു പാപ്പനംകോടേക്ക് എത്തിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. പാപ്പനംകോടിൽ നിന്നും പിടികൂടിയ ഈ വാഹനത്തിൽ നിന്നും ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. അയാൾ കരകുളം സ്വദേശി അഫ്സലാണ് അറസ്റ്റിലായിരിക്കുന്നത്. അയാൾ ഇത്തരത്തിലുള്ള സമാന കേസുകൾ ഇതിനു മുൻപും കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തുതന്നെയായാലും തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഡാൻസ് ആപ്പിന്റെ നീക്കമാണ് ഉണ്ടായത്. 300 കിലോയാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അതായത് തലസ്ഥാനത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൃത്യമായി തരം തിരിച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു കഞ്ചാവ് ഈ ഒരു വാഹനത്തിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻസ് ആപ്പിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇത്രയധികം ഒരു കഞ്ചാവ് വേട്ട സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഈയിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ടയാണ് നടന്നത്. ഇപ്പോൾ ഈ ഒരു കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിച്ചുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട്, അതായത് ആർക്കാണ് കൈമാറാൻ വേണ്ടി ഈ ഒരു കഞ്ചാവ് എത്തിച്ചത്, ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് എത്തിച്ചതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഡാൻസ് സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. 300ഓളം കിലോ കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ പോലീസ് സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കും. പീഡന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നു എന്നതിലും വ്യക്തത വരുത്തും. കേസിൽ DNA പരിശോധനാ ഫലം നിർണായകമാണ്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് എളമക്കരയിലെ പോണേക്കരയിലെ വീട്ടിൽ അച്ഛനെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ മകൾക്ക് വിഷം നൽകിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായ വിവരം പോലീസ് അറിയുന്നത്. ഈ മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് പോലും കുട്ടി പീഡനത്തിനിരയായി എന്നാണ് പറയുന്നത്. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുട്ടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് എന്നതിൽ ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിരിക്കുകയാണ്. കുട്ടി തന്റെ സഹപാഠികളോട് തനിക്ക് പീഡനമേറ്റ വിവരം എന്തെങ്കിലും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, അധ്യാപകരുമായി സംസാരിച്ചിട്ടുണ്ടോ, കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയകരമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളുമായി പോലീസ് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം കുട്ടിയുടെ അമ്മയുടെ ഒരിക്കൽ കൂടി അമ്മയുടെ വിശദമായ മൊഴിയെടുക്കും. കുട്ടി ഇങ്ങനെ പീഡനത്തിനിരയായ വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അമ്മയും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ, അതായത് കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വലിയ സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. ഈ കുട്ടി അച്ഛനുമായിട്ടാണ് കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത്. ഒരു വർഷമായി തന്നെ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അച്ഛനുമായി മാത്രമാണ് ഈ കുട്ടി അധികമായും സംസാരിക്കുന്നതും അല്ലെങ്കിൽ സമയം ചിലവഴിക്കുന്നതും എന്നാണ് അമ്മയും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് അച്ഛനാണോ എന്നതിലൊരു സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതൊരു കൃത്യമായുള്ള തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെയും ആൺ സുഹൃത്തിന്റെയും മരണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്ന് അന്വേഷണം. സന്ദേശ് ജീവനൊടുക്കിയത് മാനസിക സമ്മർദ്ദവും കുറ്റബോധവും കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ആസാദ് നഗറിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. ഇന്നലെയാണ് സന്ദേശ് മന്നിപ്പാടിയിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആൺ സുഹൃത്ത് സന്ദേശ് ആത്മഹത്യ ചെയ്യാനിടയ സംഭവം തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും പുറത്തു നിന്നുള്ള ഇടപെടൽ സാഹചര്യം അത്തരത്തിലുണ്ടോ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലെന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇപ്പോൾ തൂങ്ങി മരണം തന്നെ എന്ന റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രേഷ്മയുടെ ആത്മഹത്യയും നേരത്തെ തൂങ്ങി മരണം എന്ന റിപ്പോർട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ 2 ആത്മഹത്യകളും തൂങ്ങി മരണമെന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദവും അതോടൊപ്പം
കുറ്റബോധവുമാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയത്. ഈ രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാടക ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് ആൺ സുഹൃത്തായ സന്ദേശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന് കണ്ടാണ് രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോഴും പോലീസ് കൃത്യമായി രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു, അതായത് കൃത്യമായി നിരീക്ഷിക്കണമെന്ന് സന്ദേശിന്. കാരണം അത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദം ആ സമയത്ത് സന്ദേശിനുണ്ടായിരുന്നു. രേഷ്മ ആത്മഹത്യ ചെയ്ത ആ സംഭവം, അതോടൊപ്പം തന്നെ ആ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ 3-4 ദിവസങ്ങളിൽ ഇവർ തമ്മിൽ വലിയ തോതിലുള്ള വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം, അതോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ രേഷ്മയുടെ ആത്മഹത്യക്ക് പിന്നിൽ സന്ദേശാണെന്ന തരത്തിൽ വലിയ തോതിൽ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതും വലിയ തോതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് സന്ദേശം ഉണ്ടാക്കിയെന്നാണ് ഈ സുഹൃത്തുക്കൾ, ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ഇന്നലെ ഉച്ചയോട് കൂടിയാണ് സന്ദേശിനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി എന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സന്ദേശിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒരു മനോവിഷമം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആത്മഹത്യാ സാധ്യത പോലീസ് നേരത്തെ തന്നെ കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് കൃത്യമായി നിശ്ചയെങ്കിലും ഇത്തരത്തിൽ ഉച്ചയോട് കൂടിയാണ് ഒരു ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കാരം പാറക്കട്ടയിലുള്ള പൊതുശ്മശാനത്തിൽ നടന്നിരുന്നു. ഏതായാലും ഇതിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സന്ദേശിൻ്റെയും അതോടൊപ്പം രേഷ്മയുടെ 2 ആത്മഹത്യകളിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തും. പ്രധാനമായും പുറത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇവരുടെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം തുടരും. ഇതിൽ ആത്മഹത്യാക്കുറിപ്പോ മറ്റോ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഇതിലേക്ക് ടൗൺ പോലീസ് നീങ്ങുന്നത്. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ അസ്വാഭാവികതയില്ല, ഇതൊരു തൂങ്ങി മരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോട്ടയത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. പോലീസ് പരേഡ് ഗ്രൗണ്ടിന് സമീപമായിരുന്നു പ്രതിഷേധം. വനിതകളടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും ഭീതി പരത്തി കാട്ടാനകൾ. പനമരം എരനെല്ലൂരിൽ ബാഡോച്ചാൽ മെച്ചേരി ഭാഗത്താണ് 2 കൊമ്പന്മാർ എത്തിയത്. മാനന്തവാടി റേഞ്ച് ഓഫീസിൽ എത്തിയ വനം വകുപ്പ് സംഘം തുരത്താൻ ശ്രമിച്ചതോടെ ആനകൾ മേച്ചേരിയിലെത്തുകയായിരുന്നു. വനം വകുപ്പ് ജീവനക്കാരും RRT സംഘവും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ 2 ആനകളെയും പ്രദേശത്തു നിന്ന് തുരത്തുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂർ ഉരുവച്ചാലിലുണ്ടായ കാർ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തലശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് 3 തവണ തലകീഴായി മറിഞ്ഞു. മീറ്ററുകളോളം മുന്നോട്ട് നീങ്ങി. വാഹനത്തിലുണ്ടായിരുന്ന 5 യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് ഉരുവച്ചാൽ ടൗണിന് സമീപമായിരുന്നു സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒരുക്കങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അസം സന്ദർശിച്ചു. തമിഴ്നാട്, പുതുച്ചേരി സന്ദർശനം ഈ ആഴ്ച അവസാനത്തോടെയാകും. മാർച്ച് ആദ്യവാരമാകും കമ്മീഷൻ കേരളത്തിലെത്തുക. ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്ക് 2000 രൂപ വീതം ലഭിക്കും. കേന്ദ്ര വിഹിതവും സംസ്ഥാനം മുൻകൂർ നൽകും.
താരങ്ങളായ വിജയ്ക്കും തൃഷയ്ക്കുമെതിരായ അപകീർത്തി പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് BJP തമിഴ്നാട് അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ. പരാമർശം നാക്കുപിഴയാണെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് നയനാർ നാഗേന്ദ്രന്റെ വിശദീകരണം. என்னுடைய அரசியல் வாழ்க்கையை பொறுத்த மட்டிலும் எந்த ஒரு தனிநபர் விமர்சனத்தை நான் அனுமதிப்பதில்லை, நானும் பேசியதில்லை. அன்றைக்கு இது தவறி வந்த ஒரு வார்த்தை. அதற்கு எங்களுடைய அகில இந்திய தலைவி மதிப்புக்குரிய வானதி சீனிவாசன் அவர்களும் ஏற்கனவே என்னிடம் பேசியிருந்தார்கள். நேற்று கூட முன்னாள் மாநில தலைவர் மதிப்புக்குரிய திரு அண்ணாமலை அவருடைய வீட்டுக்கு சென்றபோது அவரும் இது குறித்து என்னிடம் பேசினார்கள். உண்மையிலே யாரேனும் இதில் வருத்தப்படுவதானால் என்னுடைய வருத்தத்தை நான் மனப்பூர்வமாக தெரிவித்துக் கொள்கிறேன். രാഷ്ട്രീയത്തിൽ വിജയം നേടണമെങ്കിൽ വിജയ് തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തു വരണമെന്നായിരുന്നു നയനാർ നാഗേന്ദ്രന്റെ വിവാദ പരാമർശം. എറണാകുളം മൂവാറ്റുപുഴയിലെ നഗരസഭാ ടൗൺ ഹാൾ ശോചനീയാവസ്ഥയിൽ. നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലായതോടെയാണ് കെട്ടിടം നശിച്ചു തുടങ്ങിയത്. ജീർണാവസ്ഥയിലുള്ള ടൗൺ ഹാളും പരിസരവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നവീകരണം വൈകിയതോടെ മൂവാറ്റുപുഴ ടൗൺ ഹാളിന്റെ പിൻഭാഗം പൂർണ്ണമായും കാടുമൂടിയ അവസ്ഥയിലാണ്. കെട്ടിടവും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ നിലയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിന്റെ നവീകരണത്തിനായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചത്. പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആരംഭിച്ചെങ്കിലും ഒരു സുപ്രഭാതത്തിലെല്ലാം നിശ്ചലമായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ 50 ലക്ഷം രൂപയും 2025-26 കാലയളവിൽ 1 കോടി രൂപയും ഉൾപ്പെടെ ആകെ 1.5 കോടിയുടെ നവീകരണ ജോലികളാണ് തുടങ്ങിയത്. ഇതിനിടെയാണ് ടൗൺ ഹാളിന് സമീപത്തുകൂടി കടന്നു പോകുന്ന പുതിയ പാലം പ്രഖ്യാപിച്ചത്. ഇതോടെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടി വരുമോ എന്ന സംശയം ഉടലെടുത്തു. തുടർന്നാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചത്. ടൗൺ ഹാളിന്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ അതൊന്നും നോക്കാനുള്ള സമയം ഭരണാധികാരികൾക്ക് ഇന്ന് നിലച്ചു പോയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. വർഷാവർഷം അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങൾ ചെലവാക്കുന്നതല്ലാതെ കെട്ടിടത്തിന് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനു പകരം കാലപ്പഴക്കം നേരിടുന്ന കെട്ടിടം പൊളിച്ച് പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 എറണാകുളം. ഭേദപ്പെട്ട വില ലഭിക്കുമ്പോഴും രോഗബാധയും തൊഴിലാളി ക്ഷാമവും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് തിരിച്ചടിയാവുന്നു. ജലസേചന സംവിധാനം ഇല്ലാതെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും ഏലം കൃഷിക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 1 കിലോ ഏലത്തിന് ഇപ്പോൾ ശരാശരി 2500 രൂപ വിലയുണ്ട്. ഭേദപ്പെട്ട ഉൽപ്പാദനവും ലഭിക്കുന്നു. ഇതിനിടയിലാണ് രോഗബാധ. മൊസൈക്ക്, പോളപൊളിച്ചിൽ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനാകാതെ ആശങ്കയിലാണ് കർഷകർ. സ്ഥിരമായി തൊഴിലാളികളെ കിട്ടിയാൽ മാത്രമേ ഏലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അതുകൊണ്ട് തന്നെ തൊഴിലാളി ക്ഷാമവും ഏലം മേഖലയ്ക്ക് തിരിച്ചടിയാണ് നൽകുന്നത്. ഉൽപ്പാദനം താരതമ്യേന ശരാശരി ഉൽപ്പാദനം ഉണ്ടെങ്കിലും വില ഇപ്പം മരുന്നിൻ്റെയും വളത്തിൻ്റെയും വില അനുസരിച്ച് നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ലാഭകരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്കിലും ശരാശരി പിടിച്ചു നിൽക്കാമെന്ന് മാത്രമേ കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ രൂക്ഷമാണ് തൊഴിലാളി ക്ഷാമവും. എത്രമാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്താലും തൊഴിലാളി ക്ഷാമം ഭീകരമാണ്. കാരണം ഇതിൻ്റെ മറ്റെല്ലാ വിളകളും പോലെയല്ല, ഏലം കൃത്യമായി ആ സമയത്ത് പറിച്ചെടുക്കുക, അത് സംസ്കരിച്ചെടുക്കുക എന്നൊരു ഭയങ്കര വെല്ലുവിളി നേരിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുകയാണ്. പച്ചവല വിരിച്ചാണ് പലരും ചെടികൾ സംരക്ഷിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരിയിൽ പോളണ്ട് വില്ലേജ് നിർമ്മിക്കാൻ ഒരുങ്ങി പോളണ്ട് മൂസ. 15 അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുമെന്നും 1.5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും പോളണ്ട് മൂസ ഹാജി പറഞ്ഞു. അർഹരായ കുടുംബത്തെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഗന്ധ വ്യാപാരത്തിൽ 150-ലധികം രാജ്യങ്ങൾ പിന്നിട്ട പോളണ്ട് മൂസയ്ക്ക് ജന്മനാടായ എടയൂരിൽ നാട്ടുകാർ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മൂസക്കയുടെ സർപ്രൈസ് വളരെ സന്തോഷകരമാണ്. പാവപ്പെട്ട 15 പേർക്ക് മൂസക്ക വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോളണ്ട് വില്ലേജിലേക്കുള്ള അർഹരായ ആളുകളെ കണ്ടെത്താൻ സ്പെഷ്യൽ വാട്സപ്പ് നമ്പർ തുടങ്ങിക്കഴിഞ്ഞു. അർഹനാണ് എന്ന് തോന്നുന്ന ആളുകൾക്കെല്ലാം അർഹതപ്പെട്ട വ്യക്തികളെ ശുപാർശ ചെയ്യുന്നതിനും ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം.
നമ്പർ ഇതാണ്: 62 38 85 20 10. ഒരു പ്രൊഫഷണൽ ഏജൻസിയുടെ സഹായത്തോടെ അപേക്ഷകരിൽ നിന്നും ഏറ്റവും അർഹരായവരെ കണ്ടെത്തുന്നതാണ്. 150 രാജ്യങ്ങളിൽ പിന്നിട്ടപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടുകാരാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ മനസ്സിലും എൻ്റെ മകൻ, എൻ്റെ ഫാമിലിൻ്റെ എല്ലാം, എൻ്റെ വൈഫ്, അവരെല്ലാവരും കൂടി മനസ്സിൽ ഒരിതായിരുന്നു ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവം ചെയ്യാൻ എന്നുള്ളത്. എടയൂർ കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടികൾ നടത്തിയത്. പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പോളണ്ട് മൂസയെക്കുറിച്ച് ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യു ഫിഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും ഈ ചടങ്ങിൽ നടന്നു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പെർഫ്യൂം നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് പോളണ്ട് മൂസ. പോളണ്ട് മൂസയുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച ബുക്കിന്റെ കവർ പ്രകാശനവും വേദിയിൽ നടന്നു. എഴുത്തുകാരൻ സെബിൻ പൗലോസാണ് പുസ്തകം തയ്യാറാക്കുന്നത്. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും സിനിമാ താരം രമ്യ നന്ദീശനും ചേർന്നൊരുക്കിയ ലൈവ് ബാൻഡ് പെർഫോമൻസും ഉണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ നന്മമരം അവാർഡുകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി മാധ്യമ അവാർഡ് ന്യൂസ് 18 കേരള പ്രിൻസിപ്പൽ ക്യാമറമാൻ TS ഹരികൃഷ്ണൻ ഏറ്റുവാങ്ങി. ആലപ്പുഴ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അവാർഡ് സമ്മാനിച്ചു. ട്രസ്റ്റ് സ്ഥാപകൻ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ചു. CNN ന്യൂസ് 18 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നീതു രഘുകുമാറിന് സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് മാധ്യമ പുരസ്കാരം. തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മികച്ച ടെലിവിഷൻ റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരമാണ് നീതുവിന് ലഭിച്ചത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നതായുള്ള റിപ്പോർട്ടിനാണ് അവാർഡ്. B ജയചന്ദ്രൻ, K സുരേഷ് കുമാർ, S ജഹാംഗീർ, VR രാജീവ് എന്നിവർ ഉൾപ്പെട്ട ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 14,340 രൂപ, പവന് 1,14,720 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 11,850 രൂപ, പവന് 94,800 രൂപ. വെള്ളി ഗ്രാമിന് 268 രൂപ, കിലോഗ്രാമിന് 2,68,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.